20 വയസ്സുള്ള ആ ഗർഭിണിയായ പെൺകുട്ടിയെ കഴുത്തറത്താണ് ഈ സ്ഥലത്ത് വെച്ചാണ് അത് കൊല്ലുന്നത്. സാധാരണയായിട്ടേ നമ്മൾ ഈ വഴി പോകുമ്പോൾ നമ്മുടെ വണ്ടി പഞ്ചർ ആവും, ബ്രേക്ക് ഡൗൺ ആവും, അങ്ങനത്തെ വണ്ടിക്കുള്ള സകല ഇഷ്യൂസും ഈ ഒരു വളവ് വരുമ്പോൾ ഉണ്ടാവും. അതിനുള്ള കാരണം എന്താണെന്നറിയോ? ഇതാണ് നമ്മുടെ സുമതി വളവ്. പിന്നെ ചേട്ടാ, ഒരു 70-75 വർഷം മുമ്പ് നടന്നൊരു കഥയല്ലേ ഇത്? കഥ തന്നെയാണോ അത്? ചരിത്രമാണല്ലേ? നടന്ന സംഭവമാണ്. രാത്രി ഇതിലെ കൂടെ ആൾക്കാർക്ക് നടക്കാൻ ഇപ്പോഴും ഭയമാണ്. ഇത് കണക്ക് ബിനീഷ സെറ്റ് സാരി കൊടുത്തുനിന്ന് നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും, ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ഭയമാണ്. ആദ്യം ഒന്നും നോക്കൂല്ലേ? നമ്മളും ആദ്യം ഇവിടെ വരുമ്പോ നമുക്ക് ഒരു ഉത്ഭയം ഉണ്ടല്ലോ. എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ സുമതി വളവിൽ എത്തിയപ്പോൾ നമ്മളും ചെറുതായിട്ടൊന്ന് ഭയന്നു എന്നല്ല, നമുക്ക് വേറൊരു അനുഭവമാണല്ലേ. കാരണം ഒരു സംഭവം നടന്ന സ്ഥലമല്ലേ യഥാർത്ഥമായിട്ട്, കാരണം അതിന് എവിഡൻസ് ഉള്ള സ്ഥലമല്ലേ. അതെ അതെ അതെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾ ന്യൂ എഡിഷൻ്റെ അമൽ ബാബു കേട്ടോ. ഇതാണ് വിനു ശ്രീധർ, എല്ലാവർക്കും അറിയുന്ന ഒരാളല്ലേ. നമ്മുടെ ചാനൽ പേരെന്ത് വരുന്നത്? നേച്ചർ സിഗ്നേച്ചർ. എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ ഈ ചേട്ടനോട് എന്നോട് ഇവിടെ വന്നിരിക്കുവാണ്. ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ഫീലിങ്സ്. കാരണം സുമതി വളവ് നമ്മൾ സിനിമയിൽ കണ്ട സുമതി വളവ് അല്ല കേട്ടോ, ഇത് സാക്ഷാൽ സുമതി വളവ്. കഥയും അത് യാതൊരു ബന്ധവുമില്ലല്ലേ, ആ സിനിമയായിട്ടുള്ള ബന്ധമൊന്നുമില്ല. ടൈറ്റിൽ മാത്രമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ. അന്നേരം ഈ ഒരു കഥയാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്കിനും ഷെയറിനും ഫോളോ ഒന്നും മറക്കുകയും ചെയ്യരുത്. ഒന്ന് നമുക്ക് യാത്ര തുടങ്ങിയാലോ? പിന്നെ അന്നേരം യാത്രയിൽ തന്നെ നമുക്ക് കഥ എല്ലാം പറഞ്ഞു കേൾക്കാം. എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, പക്ഷെ പലരും പല രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സുമതി വളവ് എന്നുള്ള സിനിമ കാണാൻ പോയപ്പോഴും നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് പോയത്. പക്ഷേ ഈ കഥയുമായിട്ട് ബന്ധമില്ല. അപ്പൊ നമുക്ക് യഥാർത്ഥ സുമതി വളവ് എന്താണെന്നും ആ ഒരു കഥ എന്താണെന്നും നമുക്ക് യാത്ര ചെയ്യുന്ന വഴി, ഞങ്ങൾ തിരുവനന്തപുരത്ത് വിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഈ സുമതി വളവ് വഴിയാണ് കയറി വന്നത്. അപ്പൊ ആ കഥ കേട്ട് നമുക്ക് പോകും. പ്രണയവും പ്രണയഭംഗങ്ങളും കൊലപാതകങ്ങളും ചതിയും ഒക്കെ നമ്മൾ ഇന്നും കേൾക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ സുമതി വളവിൽ സുമതിയുടെ ദാരുണമായ ആ കഥയിലേക്കൊന്ന് പോകാം. പണക്കാരനായ ഒരാൾ സാധാരണ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുക അല്ലെ, സ്നേഹിക്കുകയാണ് ചെയ്യുന്നില്ലേ? അങ്ങനെ അതിലൊരു കുട്ടി ഉണ്ടാവുന്നില്ല, പ്രഗ്നന്റ് ആവുമല്ലേ? അവര് പ്രഗ്നന്റ് ആവുന്നു. ഇത് അവരുടെ രത്നാകരന്റെ വീട്ടുകാർ അറിയുന്നു. അപ്പം അവര് പറഞ്ഞു, ഇത് ഒഴിവാക്കിയില്ലെങ്കിൽ തന്നെ ഇവിടുന്ന് നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. രത്നാകരനോട് അവര് പറഞ്ഞു പുറത്താകും. അപ്പം രത്നാകരൻ ഈ സ്വത്തുക്കളും ഒക്കെ കളഞ്ഞിട്ട് ഈ ഒരു പ്രണയത്തിന്റെ പുറകെ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഗർഭിണിയായ ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ചിന്തിച്ചു.